ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തന്നെ കാവേരിയുടെയും ഗംഗയുടെയും പ്രതീക്ഷകളൊക്കെ തകർന്നു. SI ബിബിന്റെ മുഖത്തെ ആ പുച്ഛ നിറഞ്ഞ ചിരി കാണുമ്പോൾ കാവേരിക്ക് സകല നിയന്ത്രണം വിട്ടുപോകുന്ന പോലെ തോന്നി. ഇരുമ്പൊഴുക്കളിൽ ഒരു തെറ്റും ചെയ്യാതെ നിൽക്കുന്ന വിനീതിനെ കണ്ടപ്പോൾ ഗംഗയുടെ ചങ്ക് അങ്ങ് പൊട്ടി. സാറേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആ പാവം പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ എന്തിനാ നിങ്ങളിങ്ങനെ ക്രൂശിക്കുന്നത്? കാവേരിയുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ ഉണ്ടായിരുന്നു. SI ബിബിൻ കസേരയിലേക്ക് അങ്ങ് ഒന്നുകൂടി ചാഞ്ഞിരുന്ന് പുച്ഛത്തോടെ അവരെ നോക്കി. ഓ, അപ്പോൾ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? ജയബാലൻ മുതലാളിയുടെ മോനെ തല്ലി ചതച്ചതൊന്നും ഒരു തെറ്റല്ലേ കാവേരി? നിങ്ങൾ ഈ പറയുന്നത് കേട്ട് അവൻ ഇങ്ങോട്ടേക്ക് തുറന്നുവിടാനൊന്നും എനിക്ക് സൗകര്യമില്ല. മര്യാദക്ക് ഇറങ്ങിപ്പോവാൻ നോക്ക്. കാവേരി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്താ സാറേ ഈ പറയുന്നത്? ജയബാലിന്റെ മോൻ ചെയ്ത തെമ്മാടിത്തരത്തിലൊക്കെ കൂട്ടു നിൽക്കുകയാണോ പോലീസ്? എന്ത് തെറ്റാ വിനീത് നിങ്ങളോട് ചെയ്തത്? കാവേരിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം നൽകാനൊന്നും ആ SIക്ക് കഴിഞ്ഞില്ല. കാരണം വിനീത് നിരപരാധിയാണെന്നും ഇതെല്ലാം ജയപാലിന്റെ കളിയാണെന്നും ബിബിന് നന്നായിട്ട് അറിയാമായിരുന്നു. അയാൾ മുഖം തിരിച്ചു. കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് കാവേരിക്കും മനസ്സിലായി. ഗംഗയുടെ കൈപിടിച്ച് കാവേരി പുറത്തേക്ക് നടക്കുമ്പോൾ വിനീത് അഴിക്കുള്ളിലൂടെ അവരെ നോക്കിയിരുന്നു. ഒരു വിളറെ ചിരി മാത്രം ചിരിച്ചു. സ്റ്റേഷന് പുറത്തിറങ്ങിയ പാടെ കാവേരി ഫോണെടുത്ത് നിവിനെ വിളിച്ചു. വിറക്കുന്ന ശബ്ദത്തോടെ കാവേരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോണിന്റെ മറുതരത്തിൽ നിവിന്റെ ശബ്ദം വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അയ്യോ കാവേരി, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും വിനീതിനെ ആ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കിയേ പറ്റൂ. നിവിൻ വല്ലാതെ പരവേശപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ നിവിൻ, ഞാൻ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം കാവേരി ഒന്ന് ദീർഘമായി നെടുവീർപ്പെട്ടു. ഇതേ സമയം നിവിന്റെ മുറിയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ രാജേശ്വരി കടന്നു വന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത ക്രൂരമായ സന്തോഷമുണ്ടായിരുന്നു. ആരടാ ഫോണിൽ? എന്താടാ ഇവിടുത്തെ ഒരു വെപ്രാളൊക്കെ? രാജേശ്വരിയുടെ ശബ്ദം കേട്ടപ്പോൾ നിവിൻ അങ്ങ് ഫോൺ വേഗത്തിൽ മാറ്റിവെച്ചു. അത് ആ കാവേരിയ. നിവിൻ പരുങ്ങി. രാജേശ്വരി ഒന്ന് ചിരിച്ചു. ഓ, കാവേരിയ വിനീതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യം പറയാനായിരിക്കുമല്ലേ വിളിച്ചത്? ഹാ, എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ കാവേരിക്ക് വലിയ അഹങ്കാരമായിരുന്നല്ലോ. അതിനൊക്കെയുള്ള തിരിച്ചടിയായത്. ഇപ്പം നീ ഏതായാലും അവരെ സഹായിക്കാൻ അങ്ങോട്ട് പോകുന്ന പരിപാടിയൊന്നും വേണ്ടട്ടോ. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിവിൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഇവിടെ കിടന്നാൽ മതി, പുറത്തേക്കൊന്നും പോകണ്ട. ഇതും പറഞ്ഞ് രാജേശ്വരി വേഗം തന്നെ മുറിക്ക് പുറത്തിറക്കി വാതിൽ പുറത്തുനിന്നങ്ങ് ലോക്ക് ചെയ്തു. അമ്മേ, വാതിൽ തുറക്കമ്മേ, വാതിൽ തുറക്ക്. നിവിൻ വാതിലങ്ങ് ആഞ്ഞടിച്ചു. പക്ഷേ രാജേശ്വരി അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. നിവിന് വല്ലാതെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. കൃത്യസമയത്ത് അവിടെ എത്താതിൻ്റെ ആ ഒരു നിസ്സഹായത അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ ഗംഗയൊന്നും തന്നെ മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. വിനീതിനെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന ആ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അവൻ സ്റ്റേഷനിലേക്ക് വന്നത്. ഗംഗേച്ചി, ഇങ്ങനെ കരയാതിരിക്ക്. നമുക്ക് എന്തെങ്കിലും പോവഴിയുണ്ടാക്കാം. കാവേരി അവളെ ആശ്വസിപ്പിച്ചു. എന്തു വഴി കാവേരി? വിനീതേട്ടൻ എന്നോട് പറഞ്ഞത് എൻ്റെ കാര്യം ഓർത്തിട്ട് പേടിക്കേണ്ടെന്നാ. ധൈര്യമായിട്ടിരിക്കാൻ. എനിക്കെങ്ങനെ ധൈര്യമായിട്ടിരിക്കാൻ കഴിയും? എനിക്കൊന്നും അറിയില്ല കാവേരി. ഗംഗ അങ്ങ് പൊട്ടിക്കരഞ്ഞു. അവളുടെ സങ്കടം കണ്ടപ്പോൾ കാവേരിക്കും നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. അവർ തിരികെ അരവിന്ദന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വിനീതിനെയും കൂട്ടി കാവേരി വരുന്നത് കാണാൻ ഉമ്മർത്ത് തന്നെ ശാരദയും യമുനയും കാവേരിയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ കാവേരി ഗംഗയും മാത്രം വരുന്നത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് പ്രകാശം അങ്ങ് കെട്ടുപോയി. കാര്യം അറിഞ്ഞപ്പോൾ വീട്ടിലാകെ കനത്ത നിശബ്ദത. യമുന ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ തലയിൽ കൈവച്ചു വിതുമ്പി. എല്ലാം ഞാൻ ഒറ്റയൊരുത്തി കാരണ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എനിക്കിനി ജീവിക്കണമെന്ന് പോലുമില്ല ചേച്ചി. വിനീതേട്ടൻ ഇപ്പോൾ ആകെ തണുത്ത് തറഞ്ഞ് ആകെ വല്ലാതായിരിക്കുമല്ലേ? ഗംഗ ഓടിച്ചെന്ന് യമുനെ കെട്ടിപ്പിടിച്ചു. നീ ഇങ്ങനെ സങ്കടപ്പെടലേ യമുനെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാത്തിനും നമുക്കൊരു പരിഹാരമുണ്ടാക്കാം. വിനീത് പ്രത്യേകിച്ചും പറഞ്ഞിരുന്നു യമുനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ അരവിന്ദനിട്ട് നഷ്ടപ്പെട്ട ആ ഒരു പണം തിരികെ തരാമെന്ന് വിശാല് പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടുകൂടെയാണ് അവൾ പോയത്. ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് അവൾ അവൻ്റെ കൂടെ പോയത്. സ്നേഹിച്ചവൻ ഇത്രയും വലിയൊരു ചതി ചെയ്തുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാവേരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. വിനീതിനെ എങ്ങനെ പുറത്തിറക്കണമെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. ഇതേ സമയം ജയബാലൻ്റെ വീട്ടിൽ വലിയൊരു ആഘോഷമായിരുന്നു. വിനീതിനെ അകത്താക്കിയതിൻ്റെ സന്തോഷത്തിൽ ജയബാലൻ പ്രവീണയോട് പായസം വെക്കാനൊക്കെ പറഞ്ഞിട്ട് ചൂട് പായസം എടുത്ത് ജയബാലൻ്റെ നേരെ ഇങ്ങനെ വിശാലിൻ്റെ മുറിയിലേക്ക് ചെന്നു. എടാ മോനെ, നീ ഈ പായസം കുടിക്ക്. ജയബാലൻ വലിയൊരു ചിരിയോടുകൂടെ പായസം നീട്ടി. വിശാൽ സംശയത്തോട് നോക്കി. എന്താച്ചാ പെട്ടെന്നൊരു പായസം? എടാ, ആ വിനീതിനെ പോലീസ് പിടിച്ച് അകത്തിട്ടില്ലേ, അതിൻ്റെ സന്തോഷത്തിനാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ മോൻ്റെ ദേഹത്ത് തൊട്ടവിടെ ഞാൻ വെറുതെ വിടില്ലെന്ന്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. ജയബാലിൻ്റെ കണ്ണുകളിൽ അഹങ്കാരം തിളങ്ങി. ഇത് കേട്ടപ്പോൾ വിശാലിൻ്റെ മുഖത്തൊരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ അച്ഛനെങ്ങ് കെട്ടിപ്പിടിച്ചു. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛാ. അവൻ എവിടെ കിടന്നങ്ങ് നിരകിക്കണം. ജയബാലനും പ്രവീണയും വിജയശ്രീ ലാളിതയായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അരവിന്ദൻ്റെ വീട്ടിൽ നിന്നും യമുന തൻ്റെ മുറിയിൽ അങ്ങ് വാതിലടച്ച് കരയായിരുന്നു. യമുനയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കാവേരി പതുക്കെ ആ ഒരു മുറിയിലേക്ക് കടന്നു ചെന്നു. മുറിയിൽ നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളെ, കാവേരി അരികിലിരുന്നു കൊണ്ട് തന്നെ പതുക്കെ വിളിച്ചു. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്ക്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
യമുന കണ്ണുനീര് തുടച്ചുകൊണ്ട് കാവേരി നോക്കി. എനിക്കറിയില്ല ചേച്ചി, ഞാൻ അവനെ വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ ഇങ്ങനൊരു കൊടുംചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. സാരമില്ല മോളെ, എല്ലാം ശരിയാവും. കാവേരി സ്നേഹത്തോടെ അവളെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ യമുന വേദന കൊണ്ടിങ്ങനെ പൊളിഞ്ഞുപോയി. അവളുടെ ആ ഒരു കൈ തട്ടി മാറ്റി അവൾ നോക്കുമ്പോൾ അവളുടെ നെഞ്ചങ്ങ് പൊട്ടി. അവൾ നിലവിളിച്ചു. കാവേരി ഞെട്ടിത്തെറിച്ചു പോയി. എന്താ എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? എനിക്ക് വല്ലാതെ വേദനയുണ്ട് ചേച്ചി. യമുന കരഞ്ഞുകൊണ്ട് തൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ പുറകിലുള്ള മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കാണിച്ചു കൊടുത്തു. കാവേരിയുടെ ശ്വാസം അങ്ങ് നിലച്ചതുപോയ പോലെ തോന്നി. ആ കാഴ്ച വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. യമുനയുടെ കയ്യിലെ ഒരു ഭാഗം മൊത്തം അങ്ങനെ അടികൊണ്ട് ചുമന്നിങ്ങനെ തളർത്ത് നിൽക്കുവാണ്. ചിലയിടത്ത് തൊലി ഉരിഞ്ഞ് ചോര കട്ട പിടിച്ചിരിക്കുന്നു. എന്താ മോളെ ഇത്? കാവേരിയുടെ ശബ്ദം വിളിച്ചു. ഇത് മാത്രമല്ല ചേച്ചി, എൻ്റെ ദേഹത്ത് പല ഭാഗങ്ങളിലും ഇതുപോലെ പാടുകളുണ്ട്. അവൻ എന്നെ തല്ലി ചതച്ചതാ ചേച്ചി. എന്നെ വീട്ടിലേക്ക് വിടണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ ഒരു മുറിക്കകത്തിട്ട് അടിച്ചതാണ്. അവൻ എന്നോടുള്ള ദേഷ്യം മുഴുവൻ എൻ്റെ ശരീരത്തിലാണ് തീർത്തത്. യമുന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാവേരിയുടെ ഉള്ളിലെ സകല നിയന്ത്രണങ്ങളൊന്ന് വിട്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് സങ്കടത്തിന് പകരം കത്തുന്ന കോപം നിറഞ്ഞു. ഇതുവരെ യമുന പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടും കാവേരി സമ്മതിക്കാതിരുന്നത് വിശാലിന്റെ ശരീരത്തിലും മർദ്ദനമേറ്റ പാടുകളുള്ളതുകൊണ്ടാ. പോലീസുകാർ തങ്ങളുടെ ഭാഗം കേൾപ്പിക്കുമെന്ന് കാവേരി ഭയന്നിരുന്നു. എന്നാൽ ഈ കാഴ്ച കണ്ടപ്പോൾ കാവേരിക്ക് ഒരു കാര്യം ഉറപ്പായി. ഇതൊരു ചെറിയ തെളിവല്ല. വിശാൽ ചെയ്ത ക്രൂരതയുടെ ആഴം ഈ ഒരു പാടുകളിലുണ്ട്. ചേച്ചി, ഇത് നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേ മതിയാവൂ. യമുന കരച്ചിലിനിടയിലും ഉറപ്പിച്ചു പറഞ്ഞു. കാവേരി അവളുടെ കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചു. ഇല്ല മോളെ, ഇത് നമ്മൾ പരാതി കൊടുക്കും. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത് അവൻ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. ഇതേ സമയം രാജേശ്വരി പൂട്ടിയിട്ട ആ ഒരു മുറിയിൽ നിന്നും നിവിൻ ആസിഫിനെ വിളിച്ച് വാതിൽ തുറപ്പിച്ച് പുറത്തു ചാടിയിരുന്നു. അവൻ നേരെ വന്നത് അരവിന്ദന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തുമ്പോൾ ശാരദയും മറ്റുള്ളവരും വല്ലാത്ത വിഷമത്തിലായിരുന്നു. ശാരദാമ്മേ, നിങ്ങളാരും വിഷമിക്കണ്ട. എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല. പക്ഷേ വിനീത് ലോക്കപ്പിലാണെന്ന കാര്യം ഞാൻ അറിഞ്ഞു. അവനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. നിങ്ങളാരും പേടിക്കണ്ട. നിവിൻ അവർക്ക് ധൈര്യം കൊടുത്തു. ഞാൻ പോയി വിനീതിനെ ഒന്ന് കാണട്ടെ. നിവിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കാവേരി യമുനയും മുറിയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. കാവേരിയുടെ മുഖത്ത് ദേഷ്യം കണ്ട് നിവിൻ ഇങ്ങ് നിന്നുപോയി. കാവേരി ഒന്നും നോക്കിയില്ല. യമുനയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. സ്റ്റേഷനിലെത്തുമ്പോൾ നിവിൻ അവിടെ വിനീതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരി യമുനയും നേരെ SI ബിബിൻ്റെ അടുത്ത് മുന്നിലേക്ക് ചെന്നു. സാറേ, ഞങ്ങൾക്കൊരു പരാതി തരാണ്ട്. അവൻ വിശാൽ എന്നെ തട്ടിക്കൊണ്ടുപോയതാ, യമുന വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. SI ബിബിൻ അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പരിഹാസത്തോടെ ചിരിച്ചു. ഓ, തട്ടിക്കൊണ്ടുപോയതാണോ? അതോ അവിടേക്കെങ്കിലും രണ്ടുപേരും കൂടി ജോലിയായിട്ട് അടിച്ചു പൊളിച്ചു പോയതല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ നിനക്ക് തട്ടിക്കൊണ്ടുപോയതുപോലെന്ന് മനസ്സിലായത്? ഈ പരിഹാസം കേട്ട് യമുനയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ല സാറേ, അങ്ങനെയല്ല സംഭവിച്ചത്. എൻ്റെ അച്ഛൻ്റെ പണം തിരികെ തരാമെന്ന് പറഞ്ഞ് അവൻ എന്നെ പറ്റിക്കുമായിരുന്നു. വിശാൽ അവൻ്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് വരുത്താമെന്ന് പറഞ്ഞിട്ടാ എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പാതി വഴിക്ക് വെച്ച് എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല. ഒടുവിൽ അവൻ എന്നെ ഒരു മുഖത്തകത്തേക്ക് കൊണ്ടുപോയി പൂട്ടിയിടുക ചെയ്തത്. SI പുച്ഛത്തോടെ ചിരിച്ചു. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണല്ലേ? ഇതിനു വേണ്ടിയാണോ അവൻ്റെ ദേഹത്ത് അമ്മാതിരി പാട് നിങ്ങളുണ്ടാക്കിയത്? നിന്റെ ബന്ധുക്കളൊക്കെ കൂട്ടി അവനെ തല്ലിച്ചതച്ചതല്ലേ? യമുനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സാറേ, അവൻ ചെയ്ത ദ്രോഹം എന്താണെന്നറിയാമോ? അവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത നെറുകേട് കൊണ്ടുള്ള ശിക്ഷ തന്നെയാ. അവൻ എത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാമോ സാറിന്? ഓ, അപ്പോൾ നീ അവൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടു പോയതല്ലേ? ബിബിൻ വീണ്ടും പരിഹസിച്ചു. ആര് പറഞ്ഞു സാറേ ഇഷ്ടപ്പെട്ടു പോയതാണെന്ന്? അവൻ എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാ. അവൻ എന്നെ ഒരുപാട് തല്ലി. പിന്നെ തല്ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളതൊന്ന് വിശ്വസിക്കണോ? SI ഒട്ടും വിശ്വാസമില്ലാത്ത മട്ടും ചോദിച്ചു. സാറേ, ഇത് നോക്ക്. പെട്ടെന്ന് യമുന തൻ്റെ ചുരിദാറിൻ്റെ കൈ അങ്ങ് മുകളിലേക്ക് കയറ്റി ഭയാനകമായ ആ ഒരു മുറിവുകളെല്ലാം തന്നെ കാണിച്ചു കൊടുത്തു. SIയുടെ മുന്നിലേക്ക് അങ്ങ് നീട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഒരു നിമിഷം ആ സ്റ്റേഷൻ ഒന്നടങ്കങ്ങ് സ്തംഭിച്ചു പോയി. വിനീതും നിവിനും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. SI ബിബിന് പോലും ആ കാഴ്ച കണ്ട് മുഖം തിരിക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ചോര കട്ട പിടിച്ച് നീലിച്ച ആ ഒരു പാടുകളെല്ലാം തന്നെ ആ ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതിവിടെ മാത്രമല്ല സാറേ, ഇവളുടെ പല ശരീരത്തിന്റെ ഭാഗത്തിലും ഇതെല്ലാം തന്നെയുണ്ട്. അമ്മാർദ്ദരെ മൃഗീയമായിട്ടാ ആ വിശാൽ ഇവളെ ഉപദ്രവിച്ചത്. കാവേരിയുടെ ശബ്ദം ആ സ്റ്റേഷനാകെ മുഴുകി. SI ബിബിന് ഉള്ളിലൊരു കൊള്ളിയാൽ മിന്നി. ജയപാലിന്റെ ആളാണെന്നും ഈ കേസ് അത്ര നിസ്സാരമല്ലെന്നും അയാൾക്ക് മനസ്സിലായി. ഇത്രയും വലിയൊരു ക്രൂരത നടന്നിട്ട് അത് കണ്ടില്ലെന്ന് നടിച്ച് പരാതി സ്വീകരിക്കാതിരുന്നാൽ തന്റെ തൊപ്പി തെറിക്കുമെന്നും ബിബിന് ഉറപ്പായിരുന്നു. മീഡിയക്കാരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ജയപാലം പോലും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് നോക്കി. എടോ, ആ പരാതിയൊക്കെ കൃത്യമായിട്ട് എഴുതിയിരുത്തില്ലേ? ഉണ്ട് സാറേ, ടൈറ്റിൽ എഴുതിയിട്ടിട്ട് ആ പെൺകുട്ടിയുടെ ഒപ്പ് വേങ്ങിച്ച് ബിബിൻ നിർദ്ദേശിച്ചു. യമുന വിറക്കുന്ന കൈകോട് ആ പരാതിയിൽ ഒപ്പുവെച്ചു. കാവേരിയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം മിന്നി മറഞ്ഞു. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, അവന്റെ കാര്യമൊക്കെ പോലീസ് നോക്കിക്കോളും. SI ബിബിൻ സ്വരം മാറ്റി പറഞ്ഞു. സാറേ, ഞങ്ങൾക്ക് നീതി കിട്ടണം. എൻ്റെ അനുജത്തി അമ്മാതിരിയാണ് അനുഭവിച്ചത്. കാവേരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു.
ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ, ബിബിൻ ഉറപ്പ് കൊടുത്തു. കാവേരി യമുന സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ എസ് ഐ ബിബിൻ നേരെ ഫോൺ എടുത്ത് ജയബാലിനെ വിളിച്ചു. ഹലോ ജയബാല, നിങ്ങൾ മോനെയും കൂട്ടിക്കൊണ്ട് വേഗം തന്നെ സ്റ്റേഷനിലേക്കൊന്ന് വരണം. ബിബിൻ്റെ ആ ഒരു ശബ്ദത്തിൽ പഴയ ആദരവില്ലായിരുന്നു. എന്താ സാറേ കാര്യം? ജയബാലൻ ചോദിച്ചു. ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ജയബാലൻ ചോദിച്ചു. ഓ, കംപ്ലൈൻറ്റ് കിട്ടിയോ? ഹാ, അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരണമല്ലേ? അതിന് മാത്രം എന്ത് കംപ്ലൈൻറ്റാണ് സാറേ? എൻ്റെ മോനെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പരാതി വല്ലതുകൊണ്ടോ അവിടെ? ജയബാലൻ്റെ സ്വരത്തിൽ അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. ദേ ജയബാല, വെറുതെ എന്നെക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ ഇടയാക്കരുത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മോനെ വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുവരേണ്ടി വരും. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാതെ സംസാരിക്കരുത്. പിന്നെ അതിന് മാത്രം വരുന്ന പോലീസുകാരൊന്നും ഇവിടെയില്ല. എൻ്റെ ബിബിൻ സാറേ, ഇതൊക്കെ ഞാൻ എത്ര കണ്ടേക്കുന്നു? ജയബാലൻ വെല്ലുവിളിച്ചു. ദേ ജയബാല, എന്നോട് പറയുന്നത് പോലെ കമ്മീഷണർ അടുത്തൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു വലിയ കേസായിട്ടുണ്ട്. ആ യമുന, അവളുടെ പരാതി വന്നിട്ടുണ്ട്. അതും ചെറിയ പരാതിയല്ല. യമുനയുടെ പേര് കേട്ടപ്പോൾ ജയബാലൻ്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അയാൾ ശരിക്കും അങ്ങ് ഞെട്ടിത്തെറിച്ചു. എന്തു പറയണമെന്ന് പറയാതെ ജയബാലൻ അങ്ങ് വിയർത്തു. എൻ്റെ മോന് നല്ല പീഡനമേറ്റിട്ടുണ്ട്. എന്താണെങ്കിലും എൻ്റെ മോനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല. ജയബാലൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. വെപ്രാളം കാരണം അയാൾക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഫോൺ കട്ട് ചെയ്തപ്പോൾ എസ് ഐ ബിബിൻ തൻ്റെ തൊപ്പിയെടുത്തങ്ങ് തലയിലേക്ക് വെച്ചു. കൂടെയുള്ള പോലീസുകാരനെ നോക്കി അയാൾ ആജ്ഞാപിച്ചു. വണ്ടി എടുക്കടാ, അവനെ പോയി പൊക്കാൻ നമുക്ക്. സ്റ്റേഷന് മുന്നിൽ നിന്ന് പോലീസിന് ജീപ്പ് സ്റ്റാർട്ടായി. അത്രയും നേരം അഹങ്കരിച്ച ജയബാലിൻ്റെ ക്രൂരത, ആ ഒരു ക്രൂരത ചെയ്ത വിശാലിൻ്റെയും അന്ത്യം കുറിക്കാനുള്ള യാത്രയായിരുന്നു പോലീസിൻ്റേത്. തെറ്റ് ചെയ്തവരുടെ ശിക്ഷ കൊടുക്കാൻ തന്നെ നിയമം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ജയബാലിൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നു. സത്യത്തിൻ്റെ വിജയത്തിനായി കാവേരിയും യമുനയും കാത്തിരിക്കുന്ന ആ ഒരു വലിയ നിമിഷമാണോ നാളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.